ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും ജയ്ത്തുവിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം. ജസ്റ്റ് ഒരു 6-6.5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമെല്ലാം വീഡിയോസ് ചെറുത് ഇടുമ്പം മെയിനായിട്ട് പ്രതീക്ഷ ഉണ്ടാകുന്നൊരു കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസേഷൻ ആവട്ടെ, അതായിക്കഴിഞ്ഞിട്ട് വേണം ഒരു 10-12 മിനിറ്റിൻ്റെ വ്ളോഗൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാച്ച് അവറെല്ലാം കിട്ടാൻ. എന്നാൽ മാത്രമല്ലേ ഇതിലിങ്ങനെ വീഡിയോ ഇട്ടിട്ട് എന്താ പറയുക, ഇതിൽ സമയം കളയുന്നതിനൊരു കാര്യം ഉണ്ടാവും. ഇതിപ്പോൾ മോണിറ്റൈസേഷൻ ആയി നോക്കുമ്പോഴേക്ക് ഈ 6.5 മിനിറ്റും 7 മിനിറ്റും 10 മിനിറ്റും അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകാനും പറ്റുന്നില്ല. എന്തായാലും പോട്ടെ അല്ലേ. അപ്പോൾ 6.5 മിനിറ്റ് ഒന്നാകുമ്പോൾ നിങ്ങൾ അത്ര ബോറടി ഇല്ലാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് എൻ്റെ സെൻവമോളെ ഒരു സംഭവമാണ്. അതായത് വലിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് പൊളിച്ചിട്ട് നമ്മുടെ പ്ലേറ്റിലും വെക്കുന്ന റാക്ക് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ടുണ്ടായി. ഞാൻ ജസ്റ്റ് തുറക്കുമ്പം കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും അടച്ചിട്ട് തുറന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫോണിൽ എന്തൊക്കെയോ വീഡിയോസ് മിക്സായി ഞാനിത് ഒരു ദിവസത്തേതാണോ 2 ദിവസത്തേതാണോ മിക്സായിട്ടാണോ ഇടുന്നത് ഒന്നും എനിക്ക് തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു മനസ്സിലാകാത്തൊരു അവസ്ഥയിലായിപ്പോയി ഫോണിൻ്റെ ഗാലറി. ഓൾറെഡി ഞാൻ ഒരു ഷോർട്ട് ഇട്ടിരുന്നു തോന്നുന്നു, 2-3 ദിവസമായി വീഡിയോ ഇടാത്ത കാരണം ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിന്. വേറെ വീഡിയോസ് 2-3 ദിവസമായാലും ഇട്ടിട്ട്. അപ്പോൾ ഇത് ഏതെല്ലാം ദിവസത്താണ് ഞാൻ ഇടാൻ ബാക്കിയുള്ളത്, അത് ഞാൻ സത്യം പറഞ്ഞാൽ ലാസ്റ്റത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത വ്ളോഗ് എടുത്ത് നോക്കിയിട്ട് ഏതുവരെ ഞാൻ ഇട്ടത് എന്നൊന്ന് കൺഫേം ചെയ്തിട്ട് രണ്ടാമതും ഇത് എഡിറ്റ് ചെയ്യാനിരുന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. ഏതെല്ലാം ഞാൻ എനിക്ക് തന്നെ വലിയൊരു മൈൻഡില്ല. ഒന്നുമല്ല, ഫുള്ളിങ്ങനെ മിക്സായിട്ട് കുറേ ദിവസം ഇടാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പോൾ സ്റ്റിക്കർ കുറേ തീർന്നിട്ടുണ്ടായിന്, കുറേ ആയി ഞാൻ സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് പുതിയ കുറച്ച് സ്റ്റിക്കറെല്ലാം അടിച്ചിന്. പിന്നെ കംപ്ലീറ്റ് റെസിപ്പി വീഡിയോ ഒന്നും കാണിക്കുന്നൊന്നുമില്ല. കുറച്ച് ഓർഡേഴ്സ് കൂടുതലും കുറച്ച് ബിസിയും തിരക്കെല്ലാം വേറൊന്നും റീസൺ ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കൽ കുറച്ച് ടാസ്ക് ആണല്ല. ഈ തിരക്കിട്ടിട്ട് ഓരോരോ ഓർഡർ 3 മണിയും 4 മണിയൊക്കെ പറഞ്ഞിട്ട് അത് എത്തിച്ചു കൊടുക്കുന്നതും ഡെലിവറിയും അതിൻ്റെ പാക്കിങ്ങും അങ്ങനത്തെ കുറേ തിരക്ക് ഉണ്ടാകുമ്പോൾ ഈ വീഡിയോ എടുക്കൽ വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ കൽമാസിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ. ഏകദേശം ഒരു 4 ദിവസത്തോളം അടുപ്പിച്ചിട്ടുണ്ടായ എല്ലാ ഓർഡറും ഗൾഫിലേക്കുള്ള ഓർഡറാണ്. ഇതടക്കം ഈ ചെമ്മീൻ കൽമാസ് അടക്കം ഗൾഫിലേക്കുള്ള ഓർഡറാണ്. ചെറുകുന്നിൽ നിന്നാണ് ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ഇത് ഇന്നല്ല ഈ വീഡിയോ എടുക്കുന്ന ചെമ്മീൻ കൽമാസ് ആക്കുന്ന ദിവസം ചെറുകുന്നിലും പിന്നെ പഴയങ്ങാടി എരിപുരം എന്ന് പറയുന്ന സ്ഥലത്തും 2 സ്ഥലത്തേക്കുള്ള അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ള ഓർഡേഴ്സ് തന്നെ ഉണ്ടായിന്. അപ്പോൾ ചെമ്മീൻ കൽമാസിൻ്റെ ഫില്ലിങ് പ്രത്യേകിച്ച് കാണിച്ചു തരണ്ടല്ലോ. നമ്മൾ ഈ ചെമ്മീൻ ഉണ്ടയില്ലേ, ഉണ്ടപ്പുട്ട് ഉണ്ടാക്കുന്ന ഫില്ലിങ് പോലെ തന്നെ, പക്ഷെ അതിൽ തേങ്ങ ചേർക്കും. നല്ല ജീരകമെല്ലാം അരച്ചിട്ട് ഇതിൽ തേങ്ങ ചേർക്കാണ്ട് കുറച്ച് ജീരകപ്പൊടിയും മുളക് പൊടിയെല്ലാം ഇട്ടിട്ടില്ല നല്ലൊരു ഫില്ലിങ്. എന്നിട്ട് ഇതാ നമ്മുടെ നെയ്പ്പത്തലിൻ്റെ അരിയാണ് ഉണ്ടാക്കൽ. നെയ്പ്പത്തലിന് നമ്മൾ ആക്കുന്ന അരിയില്ലേ, വലിയ ജീരകവും ഉള്ളിയും തേങ്ങയെല്ലാം ചേർത്തിട്ട് ആ ഒരു അരിയിലാണ് ഇതിങ്ങനെ കൽമാസിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നിട്ടാ. പിന്നെ ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകണ്ടല്ലോ, ഷേപ്പെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചായിട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്. കാരണം വീട്ടിൽ നിന്ന് കഴിക്കാനാണെങ്കിൽ നമ്മൾ അട്ടിയിട്ടിട്ട് വലിയ മോഡലൊന്നും ഷേപ്പൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാക്കും. പക്ഷെ കൊണ്ടുപോകേണ്ടതെല്ലാം അതിൻ്റെതായ കുറച്ച് നീറ്റ് വേണ്ടേ. അതുകൊണ്ട് കുറച്ചായിട്ടാണ് കൽമാസ് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് പാക്കിങ് ഉണ്ടായിന്. ഞാൻ പറഞ്ഞില്ലേ ഇരുവരത്തേക്കുള്ള പാക്കിങ് ഉണ്ടായിന്. അതിൻ്റെ ഇടയിൽ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത്. പക്ഷേ ഇതില്ലേ കട്ട്ലേറ്റ് മാത്രം ജസ്റ്റ് ഒരു ചെറിയ ബക്കറ്റിലാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സാധനങ്ങളെ സേഫ്റ്റി എപ്പോൾ നോക്കണം. നമ്മൾ കൊടുക്കുന്നത് അവിടെ ഇത്തിരി ജാമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് ചതഞ്ഞ് പോയി അങ്ങനെയെല്ലാം ആകുമ്പോൾ നമുക്കൊരു വിഷമമൊന്നും. എനിക്കത് ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഇറച്ചിയുടെ അങ്ങനെ പറ്റിയിട്ട് എനിക്ക് ആകെ വിഷമമായി പോയിട്ട് ഞാൻ കുറച്ച് പൈസ റിട്ടേണിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ പാക്കിങ്ങും കാര്യങ്ങളിൽ നന്നായിട്ട് ശ്രദ്ധിക്കലാണ്. കാരണം അവർക്കും നമുക്കും വിഷമമില്ലാത്ത രീതിയിലാകണം. പിന്നെ ഇതുപോലത്തെ വലിയ കണ്ടെയ്നേഴ്സെല്ലാം ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ അതിന് എക്സ്ട്രാ ഒരു പൈസ ഒരു 60 രൂപയോളം ഈ ഒരു ബോക്സിന് മാത്രം വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഈ കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങണ്ടേ. നമ്മൾ ഓൾറെഡി ഡെലിവറി ചാർജും സ്നാക്സിൻ്റെ റേറ്റും എല്ലാം വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബോക്സിൻ്റെ പൈസയും കൂടി വാങ്ങുന്നതുകൊണ്ട് ഞാൻ വലിയ താല്പര്യം കാണിക്കാറില്ല. പിന്നെ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങനത്തെ ബോക്സിലാക്കണം ഗൾഫിലേക്കാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടി തന്നെയാണ് കൊണ്ടുകൊടുത്തിട്ടുണ്ടായിന്. ചെറുകുന്നും പഴയങ്ങാടിയും രണ്ടും ഏകദേശം ഒരേ റൂട്ടല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി എടുത്തിട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ട് ആ ഡെലിവറി എല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇത് തട്ടിക്കൂട്ട് റെസിപ്പി എല്ലാം എന്നിട്ട് ഉണ്ടാക്കുന്നത്. അതായത് ആ ഒരു ചെമ്മീൻ കൽമാസിൻ്റെ പാത്രത്തിൽ തന്നെ കുറച്ച് മക്രോണിയിൽ ഒന്ന് ഇട്ട് കൊടുത്ത്, മക്കൾക്ക് അങ്ങനത്തെ എല്ലാം മതിയല്ല. പിന്നെ കുറച്ച് ആ കൽമാസിൻ്റെ അരി ബാക്കിയുള്ളതിനെ കൊണ്ട് തന്നെ കുറച്ച് നെയ്പ്പത്തലെല്ലാം ചുട്ട് അപ്പോഴേക്കും പിന്നെ നാളത്തേക്കുള്ള ഓർഡർ വരും. പിന്നെ കുറച്ച് കായടെല്ലാം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങളെല്ലാം കണ്ടിട്ടും കഴിച്ചിട്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് അയക്കുന്നത്, അതുകൊണ്ട് വീഡിയോ എടുത്തതാണ്.
സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ പറയാൻ വേണ്ടി എൻ്റെ പേര് പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓർമ്മയില്ല. ഇനിയിപ്പം അത്യാവശ്യമായിട്ട് പോയിട്ട് യൂട്യൂബിലെല്ലാം അടിച്ച് നോക്കിയിട്ട് ഇപ്പോൾ അറിയണ്ടേ, അതുകൊണ്ട് തൽക്കാലം ഞാൻ പേര് പറയുന്നില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്കെല്ലാം കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ചാവിട്ടിട്ട് തുറക്കുന്നൊരു നട്ട്സ്. ഇപ്പോൾ ഈ അടുത്താന്ന് ഇത് കുറച്ച് പബ്ലിക്കായിട്ട് കാണുന്നു കേട്ടോ സോഷ്യൽ മീഡിയയിൽ. പണ്ട് ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഈ അടുത്താന്ന് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. മോശമില്ല, വലിയ ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനും കഴിയുന്നില്ല, എന്നാൽ മോശമില്ലാത്തൊരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിന്. പിന്നെ ഇപ്പം കാണിക്കുന്നത് അതിൻ്റെ നേരെ പിറ്റേ ദിവസമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു 2.5 ദിവസത്തെ മിക്സ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം കുറച്ച് കല്ലുമ്മക്കായും പിന്നെ അതുപോലെ തന്നെ ബീഫ് കൽമാസിൻ്റെ ഓർഡർ ഉണ്ടായിന്. തലേ ദിവസം ചെമ്മീൻ കൽമാസിൻ്റെതും ഇന്ന് ബീഫ് കൽമാസിൻ്റെതും അങ്ങനെയൊന്നും ഓർഡർ ഉണ്ടായിന് കേട്ടോ. അപ്പം അന്നും ഇതുപോലെ കുറച്ച് പൊരിക്കാനുള്ളതും പൊരിച്ചിട്ട് പൊരിക്കാതെയും ഫ്രോസൺ ആയിട്ടുള്ള ഓർഡർ ഉണ്ടായിന്. അതും ഇന്നലത്തെ പോലെ കണ്ടെയ്നറിൽ തന്നെ കൊടുക്കേണ്ട ഓർഡർ വന്നിട്ടുണ്ടായിന്. ഞാൻ ആക്ച്വലി ഒരുപാട് നാളായി വിചാരിക്കുന്നു, ഇത് ഒരു 1-2 മാസമല്ലേ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട്. അപ്പം മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്, നല്ല ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്, അതുപോലെ കുറേ എൻക്വയറീസ് വരുന്ന എല്ലാം കൊണ്ടും നല്ല തന്നെ. ഞാൻ ഒരുപാട് ദിവസമായി വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, അതായത് ഈ കണ്ടെയ്നർ ബോക്സും അതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന കവറും കാര്യങ്ങളൊക്കെ ഒന്ന് ഹോൾസെയിലായിട്ട് എടുക്കാൻ പോകാനോ ആക്കാനൊക്കെ കുറേ ദിവസമായി വിചാരിക്കുന്നത്. പക്ഷേ എന്താ പറയുക, ഡെയിലി ഓർഡേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു പെൻഡിങ്ങിൽ വർക്ക് വെച്ചിട്ട് പോക്കൊരു റിസ്ക് അല്ലേ. അതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വലിയ പൈസേൻ്റെ സാധനത്തിൽ കൊടുക്കേണ്ടി വരുന്നത്. ഇതെല്ലാം ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ ശരിക്കും കണ്ടെയ്നറിനും പാത്രത്തിനും കവറിനും ഒന്നും ഇത്ര പൈസ വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം മറക്കാണ്ട് ചെറുതായിട്ടൊന്ന് തരണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ സൈത്തൂൻ്റെ സ്നാക്സ് ഓർഡർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഡെലിവറി ഉണ്ടാവും കേട്ടോ.